ഓക്കെ സ്റ്റുഡൻസ്, നമ്മൾ ബിൻ കാർഡിൻ്റെ എക്സ്പ്ലനേഷനാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ബിൻ കാർഡ് എങ്ങനെ തയ്യാറാക്കാം അതിൻ്റെ കാര്യം പറഞ്ഞു, അതിൻ്റെ ഫോർമാറ്റ് നമ്മൾ പറഞ്ഞു. ബിൻ കാർഡ് എന്നുള്ള നമ്മൾ പറഞ്ഞത് അത് സ്റ്റോഴ്സ് റെക്കോർഡാണ്. ബിൻ കാർഡ് ക്വാണ്ടിറ്റി മാത്രം റെക്കോർഡ് ചെയ്യുന്ന ഒരു റെക്കോർഡാണ് നമുക്ക് ഈ ബിൻ കാർഡ് എന്ന് പറയുന്നത്. അതിൽ നമ്മൾ ഏതൊക്കെ കാര്യങ്ങൾ എഴുതണം, അതിൻ്റെ മിനിമം ലെവൽ എഴുതണം, മാക്സിമം ലെവൽ എഴുതണം, ആവറേജ് ലെവൽ എഴുതണം, അങ്ങനെയൊക്കെ എഴുതണം. പ്രോബ്ലം പോയിൻ്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ അതൊന്നും എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. നമുക്ക് അതിൻ്റെ റെസിപ്റ്റും ഇഷ്യൂസും എഴുതി ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ബിൻ കാർഡ്. പ്രാക്ടിക്കൽ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഈ പറഞ്ഞ ബിൻ നമ്പറും അങ്ങനെ കോഡ് നമ്പറും മെറ്റീരിയൽ ഡിസ്ക്രിപ്ഷനും അതുപോലെ റീഓർഡർ ലെവലും മിനിമം ലെവലും മാക്സിമം ലെവൽ റീഓർഡർ ക്വാണ്ടിറ്റി അതൊക്കെ നമ്മൾ എഴുതേണ്ടതുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ എഴുതി നമ്മൾ അതിൽ ഓരോ ഡേറ്റ് കഴിയുമ്പോഴും അതിൻ്റെ ബാലൻസ് നമ്മൾ ഉറപ്പുവരുത്തണം. ഓരോ ഡേറ്റിലും, അതായത് റിസീവ് ചെയ്യുമ്പോഴും പർച്ചേസ് ചെയ്യുമ്പോഴും നമ്മൾ മെറ്റീരിയൽസിൻ്റെ ബാലൻസ് ഉറപ്പ് വരുത്തണം. ഇഷ്യൂ ചെയ്യുമ്പോഴും മെറ്റീരിയൽസിൻ്റെ ബാലൻസ് ഉറപ്പ് വരുത്തണം. അപ്പോൾ ബാലൻസ് ഉറപ്പ് വരുത്താമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ മെറ്റീരിയൽസ് വാങ്ങുമ്പോഴും അതിൻ്റെ ഡേറ്റ് നോക്കി ബാലൻസാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, നമുക്കൊന്ന് ചോദ്യത്തിലേക്ക് വരാം. എക്സാമ്പിൾ 1 ആണ് നമ്മൾ നോക്കുന്നത്. ദ ഫോളോയിങ് ഈസ് ദ ഹിസ്റ്ററി ഓഫ് റെസിപ്റ്റ്സ് ആൻഡ് ഇഷ്യൂ ഓഫ് മെറ്റീരിയൽ എ ഇൻ എ ഫാക്ടറി ഡ്യൂറിങ് മാർച്ച് 2010. 2010 മാർച്ചിലെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്പണിംഗ് സ്റ്റോക്ക് 200 കിലോഗ്രാം. അപ്പോൾ ഇത് ബാലൻസ് കോളത്തിൽ എഴുതേണ്ടി വരും. ഓപ്പണിംഗ് സ്റ്റോക്ക് നേരെ ബാലൻസ് കോളത്തിൽ, അതായത് ഡേറ്റ് 1-ാം തീയതിയാണ് നമുക്ക് മാർച്ച് 1-ാം തീയതി. മാർച്ചിന് മുകളിൽ പറഞ്ഞിട്ടുണ്ടോ, അതുകൊണ്ടാണ് ഇവിടെ മാർച്ചിന് വീണ്ടും എഴുതുന്നത്. മാർച്ച് 1-ാം തീയതി ഓപ്പണിംഗ് സ്റ്റോക്ക്. ഇത് എവിടെ എഴുതണം? അത് റെസിപ്റ്റും അല്ല ഇഷ്യൂ അല്ല, അപ്പോൾ അത് ബാലൻസ് കോളത്തിൽ എഴുതണം. 200 കിലോഗ്രാം. വാല്യൂ ഉണ്ടാവില്ല എന്ന് നമ്മൾ പറഞ്ഞു, അപ്പോൾ ക്വാണ്ടിറ്റി മാത്രമേ കാണുള്ളൂ. അതുപോലെ 4-ാം തീയതി റിസീവ്ഡ് ഫ്രം സപ്ലയർ ഈ 400 കിലോഗ്രാം. GRN നമ്പർ അയാൾ കൊണ്ടുവന്ന, അതായത് സപ്ലയർ കൊണ്ടുവന്ന ബില്ല് പ്രകാരം 400 കിലോഗ്രാം വാങ്ങിച്ചിട്ടുണ്ട്. ആ ബില്ലിൻ്റെ നമ്പറാണ് 148. അപ്പോൾ റെസിപ്റ്റിലെ GRN നമ്പർ കൊടുത്തിട്ട് 148 എഴുതണം. ഇതിന് ഇഷ്യൂഡ് ടു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് 9-ാം തീയതിയാണ് ഇഷ്യൂഡ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇഷ്യൂ ചെയ്യുമ്പോൾ 240. അപ്പോൾ ഇഷ്യൂ കോളത്തിൽ എഴുതണം. ഇഷ്യൂ ചെയ്യാനായിട്ട് മെറ്റീരിയൽസ് വാങ്ങാനായിട്ട് ആരോ വന്ന് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നൊരു ഓഫീസർ വരും, അല്ലെങ്കിൽ അവിടുത്തെ ഒരു വർക്കർ വരും, ജോലിക്കാരൻ വരും. അവിടെ നിന്ന് റിക്വസ്റ്റ് ആയിട്ട് വരണേ, അവിടുത്തെ മാനേജർ സൈൻ ചെയ്ത റിക്വസ്റ്റ് ആയിട്ടാണ് വരുന്നത്. MRN നമ്പർ, മെറ്റീരിയൽ റിക്വസിഷൻ നോട്ട് നമ്പർ, മെറ്റീരിയൽ റിക്വസ്റ്റ് നോട്ട് നമ്പറായിട്ട് ഒരു 625. അതിന് ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് നമ്പർ പ്രകാരമാണ് മെറ്റീരിയൽസ് ഇവിടെ നിന്ന് പോയേക്കണേന്ന് അറിയാം. അതാണ് നമുക്ക് അതിൽ വരുന്നത് കേട്ടോ. അതുപോലെ ഇഷ്യൂഡ് ടു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് വീണ്ടും 160 കിലോഗ്രാം, 642 നമ്പർ 12-ാം തീയതി. 14-ാം തീയതി റിസീവ്ഡ് മെറ്റീരിയൽസ് വീണ്ടും വാങ്ങിച്ചു. ദെൻ 17-ാം തീയതി മെറ്റീരിയൽസ് ഇഷ്യൂ ചെയ്തു. ഓക്കെ, 400 കിലോഗ്രാം. ദെൻ 19-ാം തീയതി റിസീവ്ഡ് ഫ്രം സപ്ലയർ 250. വീണ്ടും സപ്ലയറിൽ നിന്ന് വാങ്ങിച്ചു 500. ദെൻ ഇഷ്യൂഡ് ടു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് 250. വീണ്ടും ഇഷ്യൂഡ് 260. ദെൻ ഇഷ്യൂഡ് ടു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് 349. ഇങ്ങനെയാണ് നമുക്ക് തന്നിരിക്കുന്നത് കേട്ടോ. ദെൻ മിനിമം ലെവൽ ഓഫ് മെറ്റീരിയൽ എ ഈസ് 200 കിലോഗ്രാം. റീഓർഡർ ലെവൽ 350 കിലോഗ്രാം. മാക്സിമം ലെവൽ 1100 കിലോഗ്രാം. അതിൻ്റെ റീഓർഡർ ക്വാണ്ടിറ്റി 500 കിലോഗ്രാം. പ്രിപ്പയർ ബിൻ കാർഡ് നമ്പർ 30 ഫോർ മെറ്റീരിയൽ എ വിത്ത് ഓൾ നെസസറി ഡീറ്റെയിൽസ് ഷോയിങ് ട്രാൻസാക്ഷൻ ഇൻ മാർച്ച് 2010. അപ്പോൾ എല്ലാത്തിനും ഗുഡ്സ് റിസീവ് ചെയ്യുമ്പോൾ GRN നമ്പർ എഴുതണം, മെറ്റീരിയൽ ഇഷ്യൂ ചെയ്യുമ്പോൾ MRN നമ്പർ എഴുതണം. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. ഇതാണ് നമ്മുടെ ബിൻ കാർഡ്. ഓക്കെ, ആ ബിൻ കാർഡിൻ്റെ നമ്പർ നമ്മൾ മാക്സിമം ലെവൽ, മിനിമം ലെവൽ, ഇതൊക്കെ നമ്മൾ അതിൽ നമ്മൾ റെക്കോർഡ് ചെയ്തിട്ട് വരും. അപ്പോൾ ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ മാക്സിമം ലെവൽ നമുക്ക് അവിടെ തന്നിട്ടുണ്ടല്ലോ, മിനിമം ലെവലും തന്നിട്ടുണ്ട്. അപ്പോൾ ആ ക്വാണ്ടിറ്റി അവിടെ എഴുതുക എന്നുള്ളതാണ് നമുക്ക് ഇതിൽ ചെയ്യാനുള്ളത്. റീഓർഡർ ലെവൽ എഴുതണം, മിനിമം ലെവൽ എഴുതണം, അതുപോലെ ക്വാണ്ടിറ്റി എഴുതണം. അപ്പോൾ ഇവിടുത്തെ എന്താ വെച്ചാൽ ഇവിടെ നോക്കുമ്പോൾ മിനിമം സ്റ്റോക്ക് ലെവൽ 200 കിലോഗ്രാം. മിനിമം സ്റ്റോക്ക് ലെവൽ മാക്സിമം ആണ്. അപ്പോൾ 200 കിലോഗ്രാം, 200 kg. ഓക്കെ, 200 kg. ഇനി അടുത്തവിടെ തന്നിരിക്കുന്നത് റീഓർഡർ ലെവൽ മാക്സിമം 1100 kg. മാക്സിമം ആണ് ആദ്യം തന്നെ തന്നിരിക്കുന്നത്, 1100 kg. ഓക്കെ, 1100 അല്ലേ, 1100 kg, 1500 അല്ല, 1100 kg. എന്ന് പറയുമ്പോൾ ചിലപ്പോൾ സ്ഥലം പോരാണ്ട് വരും. അപ്പോൾ ഞാനൊന്ന് നീക്കണുണ്ട്. 1100 kg. ഓക്കെ, 1100 kg. ഓക്കെ, ഇനി റീഓർഡർ ലെവലും റീഓർഡർ ക്വാണ്ടിറ്റി ഉണ്ട്. റീഓർഡർ ലെവൽ ഇവിടെ നോക്കിയാൽ റീഓർഡർ ലെവൽ എത്രയാണ്? റീഓർഡർ ലെവൽ 350, റീഓർഡർ ക്വാണ്ടിറ്റി 500. അപ്പോൾ 350ഉം 500 ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ 350 kg എന്നായിരുന്നു. 350 kg. ദെൻ റീഓർഡർ ക്വാണ്ടിറ്റി 500 kg. 500, അതിന് സ്ഥലം പോരാണ്ട് വരും, അത് ഞാൻ കുറച്ച് നീക്കുന്നുണ്ട്. 500 kg. ഓക്കെ, ഇതാണ് നമുക്ക് അവിടെ എഴുതാനുള്ളത്. പിന്നെ മെറ്റീരിയൽ എ ആണ്. ബിൻ നമ്പർ ഉണ്ടെങ്കിൽ നമുക്ക് എഴുതാം. ബിൻ കാർഡ് നമ്പർ 30 ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ബിൻ നമ്പർ 30 എഴുതും.
കാർഡ് നമ്പർ 30. അപ്പോൾ ഒന്നുകൂടി നീക്കേണ്ടതുണ്ട്. ഓക്കെ, ഇനിയാണ് ഇതിൻ്റെ മെറ്റീരിയൽ. അപ്പോൾ ഇത് മുകളിലുള്ള ഇത് എഴുതിയില്ലെങ്കിൽ കുഴപ്പമില്ല. ഇവിടെ ഈ ഡേറ്റ്, റെസിപ്റ്റ്, ഇഷ്യൂ, ബാലൻസ് ഈ കോളങ്ങളാണ് നമുക്ക് അത്യാവശ്യമുള്ളത്. അപ്പോൾ ഡേറ്റ് കോളം വരയ്ക്കാം, റെസിപ്റ്റ് കോളം, ഇഷ്യൂ കോളം, ബാലൻസ് കോളം വരച്ചിട്ട് അതിനെ വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. GR നമ്പർ ക്വാണ്ടിറ്റി, MR നമ്പർ ക്വാണ്ടിറ്റി, ബാലൻസ്. അപ്പോൾ ഓരോ ഡേറ്റിലും നമ്മളിത് ചെയ്ത് കഴിയുമ്പോൾ നമ്മളത് എഴുതേണ്ടി വരും. ഓക്കെ, അങ്ങനെ എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് തെറ്റാതെ പോകാമെന്ന് വെച്ചിട്ടില്ല. അതാണ് നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 1-ാം തീയതി ബാലൻസ് കോളത്തിലാണ് നമുക്ക് എഴുതേണ്ടത്. ബാലൻസ് കോളത്തിൽ എത്ര ക്വാണ്ടിറ്റി ഉണ്ട്? ബാലൻസ് കോളത്തിൽ 200 കിലോഗ്രാമാണ്. അപ്പോൾ നമ്മൾ ഈ 200 എഴുതണുള്ളൂ കേട്ടോ. നമ്മളതിൻ്റെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ എഴുതാനുള്ള കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കവിടെ വേറൊരു തരത്തിലുള്ള ഒരു ഇതില്ല. അത് റിമാർക്സ് കോളത്തിലല്ല, ക്വാണ്ടിറ്റി കോളത്തിൽ എഴുതാൽ മതി. ക്വാണ്ടിറ്റി കോളത്തിൽ. അപ്പോൾ ഇവിടെയാണ് നമ്മൾ എഴുതുന്നത് 200. ഓക്കെ, 200. അതിനുശേഷം അടുത്ത ഡേറ്റ് തെറ്റാതെ ഓർഡറിൽ തന്നെ എഴുതാം. 4-ാം തീയതിയാണ് നമ്മൾ 4-ാം തീയതി ഗുഡ്സ് റിസീവ്ഡ് നോട്ട്. ഓക്കെ, ഗുഡ്സ് റിസീവ്ഡ് നോട്ട് എത്ര തന്നിരിക്കണേ? 4-ാം തീയതിയിൽ ഗുഡ്സ് റിസീവ്ഡ് നോട്ട് തന്നിരിക്കുന്നത് 148ആണ്. 148. ഇവിടെ ഒരു ചെറിയ ഒരു സ്പേസിൻ്റെ വ്യത്യാസം വന്നിട്ടുണ്ട്. അതും ഞാൻ കറക്റ്റ് ചെയ്യുന്നുണ്ട്. 5. ഓക്കെ, 148ആണ് GRN നമ്പർ. അതിൻ്റെ യൂണിറ്റ് വരുന്നത് 400ആണ്. യൂണിറ്റ് 400. ഓക്കെ, ഇനി എൻ്റെ ബാലൻസ് എഴുതണം. ഓരോ ഡേറ്റ് എഴുതുമ്പോഴും ബാലൻസ് എഴുതണം. അപ്പോൾ എന്ത് ചെയ്യണം? 1-ാം തീയതിയിലുള്ള ബാലൻസ് താഴേക്ക് ഇറക്കി എഴുതണം. 200 അല്ലെങ്കിൽ അതിൻ്റെ ടോട്ടൽ എഴുതിയാൽ മതി. ടോട്ടലാണ് നോക്കുക. ടോട്ടലല്ലേ വേണ്ടത്. 200-ഉം 400-ഉം കൂടി കൂട്ടാം. 200-ഉം 400-ഉം കൂട്ടിയിട്ട് 600 എഴുതാം. 600. ഓക്കെ, ഇനി അടുത്ത ഡേറ്റ് 4-ാം തീയതി കഴിഞ്ഞ് അടുത്ത ഡേറ്റ് 9-ാം തീയതി എന്താണ്? മെറ്റീരിയൽ റിക്വസ്റ്റ് ആയിട്ട് ഒരാൾ വന്നിട്ടുണ്ട്. അപ്പോൾ മെറ്റീരിയൽ റിക്വസ്റ്റ് ആയിട്ട് അയാളെ റിക്വസ്റ്റ് ഏത് റിക്വസ്റ്റ് പ്രകാരമാണ്? 4-ാം തീയതിക്ക് ശേഷം 4-ാം തീയതിക്ക് ശേഷം വരുന്ന ഇത് MRN നമ്പർ 625ആണ്. 625. ഓക്കെ, ഇനി അതിൻ്റെ ക്വാണ്ടിറ്റി എത്ര ക്വാണ്ടിറ്റിയാണ് അന്വേഷിച്ച് വന്നിരിക്കുന്നത്? 240 ക്വാണ്ടിറ്റിയാണ് അന്വേഷിച്ച് വന്നിരിക്കുന്നത്. 240 ക്വാണ്ടിറ്റി. എന്നിട്ട് ബാക്കി തന്നെ ഉണ്ടാവും 600-ൽ നിന്ന് 240 കുറയ്ക്കുക. 600 ക്വാണ്ടിറ്റി നമ്മുടെ കയ്യിലുള്ളത്. അതിൽ നിന്ന് 240 യൂണിറ്റ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ കുറയ്ക്കണം. 360 യൂണിറ്റ് നമ്മുടെ കയ്യിൽ ബാക്കി വരും. ഓക്കെ, ഇനി അടുത്ത ഡേറ്റ് എന്ന് പറയുമ്പോൾ എന്ത് വരും? അടുത്ത ഡേറ്റ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഇതൊന്നും ശരിയായിട്ടില്ല. ഇത് കുറച്ച് കോളിൽ നിൽക്കുന്നതായിട്ട് തോന്നണല്ലേ? നോക്കാം. 9-ാം തീയതി വീണ്ടും ഇഷ്യൂ 240 നമ്മൾ എഴുതി. 9-ാം തീയതി ഇഷ്യൂ എഴുതി. 9-ാം തീയതി കഴിഞ്ഞാൽ 12-ാം തീയതി എന്താണ് സംഭവിച്ചിരിക്കുന്നത്? 12-ാം തീയതി മെറ്റീരിയൽ റിക്വസിഷൻ നമ്പർ വീണ്ടും ഇഷ്യൂ പറഞ്ഞിരിക്കുന്നു. 9-ാം തീയതി എൻ്റെ റിക്വസിഷൻ നമ്പർ എത്ര? 160ആണ്. 642ആണ്. 642 റിക്വസ്റ്റ് നമ്പർ ഇട്ടാം. നമ്പറിൽ വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. 642. അതിൻ്റെ ഇതൊരു 160ആണ്. 160 യൂണിറ്റാണ് ഇഷ്യൂ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. 160 യൂണിറ്റ്. അപ്പോൾ ബാക്കി എന്തുണ്ടാകും? 360 യൂണിറ്റാണ് നമ്മുടെ കയ്യിൽ ബാക്കിയുള്ളത്. 360-ൽ നിന്ന് 160 കഴിഞ്ഞാൽ ബാക്കി 200 യൂണിറ്റാണ് നമ്മുടെ കയ്യിലുള്ളത്. 200 യൂണിറ്റ്. ഓക്കെ, ദെൻ അടുത്ത ഡേറ്റ് എന്നാൽ അടുത്ത ഡേറ്റിൽ 12-ാം തീയതി കഴിഞ്ഞാൽ പിന്നെ ഡേറ്റ് വരുന്നത് 14-ാം തീയതി. 14-ാം തീയതി മെറ്റീരിയൽസ് വാങ്ങിക്കുക ചെയ്തിരിക്കണം. മെറ്റീരിയൽസ് വാങ്ങിച്ചു. അപ്പോൾ ഗുഡ്സ് റിസീവ്ഡ് നോട്ട് വന്നിരിക്കുന്നു. ഓക്കെ, ഗുഡ്സ് റിസീവ്ഡ് നോട്ട്. അപ്പോൾ ഗുഡ്സ് റിസീവ്ഡ് നോട്ട് നമുക്ക് എത്ര എഴുതാം? 160ആണ് അതിൻ്റെ നമ്പർ വന്നിരിക്കുന്നത്. 160. എത്ര യൂണിറ്റ്? 500 യൂണിറ്റ് വാങ്ങിച്ചു. അപ്പോൾ ക്വാണ്ടിറ്റി കോളത്തിൽ നമ്മൾ 500 എഴുതും. ഓക്കെ, ക്വാണ്ടിറ്റി കോളത്തിൽ 500. എന്നിട്ട് നമ്മൾ ബാലൻസ് കോളത്തിൽ എത്ര എഴുതും? 200 ഉണ്ടായിരുന്നു, 500 യൂണിറ്റ് വാങ്ങിച്ചു. അപ്പോൾ അത്രയും. അപ്പോൾ നമ്മുടെ 700 യൂണിറ്റ് വരും. 700 യൂണിറ്റ്. ഓക്കെ, പിന്നെ അടുത്ത ഡേറ്റ് 14-ാം തീയതി കഴിഞ്ഞാൽ അടുത്ത ഡേറ്റ് എന്നാ? 14-ാം തീയതി കഴിഞ്ഞാൽ അടുത്ത ഡേറ്റ് 17-ാം തീയതിയാണ്. 17-ാം തീയതി എന്ത് സംഭവിച്ചിട്ടുണ്ട്? 17-ാം തീയതി നമ്മൾ മെറ്റീരിയൽസ് ഇഷ്യൂ ചെയ്തു. എത്ര യൂണിറ്റ്? 400 യൂണിറ്റ് ഇഷ്യൂ ചെയ്തു. ആ 400 യൂണിറ്റ് ഇഷ്യൂ ചെയ്യുമ്പോൾ അതിൻ്റെ റിക്വസ്റ്റ് നമ്പർ എത്രയാണ്? 647 റിക്വസ്റ്റ് നമ്പർ ഉണ്ട്. അതിന് എത്ര യൂണിറ്റ് കൊടുത്തു എന്ന് പറഞ്ഞാൽ 400 യൂണിറ്റ്. 400. അപ്പോൾ 700-ന് 400 കൊടുത്തു. 700-ന് 400 കൊടുത്ത് ബാക്കി എത്ര ഉണ്ട്? ബാക്കി 300. അപ്പോൾ ഓരോ ഇഷ്യൂ കഴിയുമ്പോഴും കുറച്ച് ചെയ്താൽ, ഓരോ റെസിപ്റ്റ് വരുമ്പോഴും കൂട്ടി ചെയ്താന്നുള്ളതാണ്. അപ്പോൾ 19 നെക്സ്റ്റ് ഡേ 17-ാം തീയതി കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേറ്റിൽ 19-ാം തീയതി
19 ഗുഡ്സ് റിസീവ്ഡ് ആണ്. അതിൻ്റെ GR നമ്പർ എത്ര? 164 GR നമ്പർ 164. ഓക്കെ, 164 എഴുതുക. ക്വാണ്ടിറ്റി നമ്മൾ നോക്കുക എത്ര ആ ഡേറ്റിൽ 19 ഡേറ്റ് എത്ര? 250 യൂണിറ്റാണ് നമ്മൾ റിസീവ് ചെയ്തത്. 250 യൂണിറ്റ് റിസീവ് ചെയ്താൽ 300 250 കൂട്ടിയിട്ട് 550 യൂണിറ്റ് എഴുതാം. 550 യൂണിറ്റ്. ഓക്കെ, അതിനുശേഷം നമ്മൾ 19 കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഡേറ്റ് എന്നാ? അടുത്ത ഡേറ്റ് 20 20 നോക്കുക. 20 നമുക്ക് വീണ്ടും നമ്മൾ ഗുഡ്സ് വാങ്ങിച്ചേക്കാണ്. അതിൻ്റെ GR നമ്പർ എത്രയാണ്? GR നമ്പർ വരുന്നത് ഒരു ചെറിയൊരു ഇത് വരുന്നുണ്ട്, ഡിഫറൻസ് വരുന്നുണ്ട്. അത് നമുക്കൊന്ന് നോക്കേണ്ടതുണ്ട്. എന്തായാലും ഇതിലൊന്ന് ശ്രദ്ധിച്ച് നോക്കാം. GRൻ്റെ 165 165 വരുന്നു. അത് അതിൻ്റെ ക്വാണ്ടിറ്റി എത്രയാണ്? 500 ക്വാണ്ടിറ്റിയാണ്. 500. വീണ്ടും ബാലൻസ് കോളത്തിൽ നമ്മൾ എഴുതും 550 500 കൊണ്ട് ഇപ്പോൾ 1050 യൂണിറ്റാണ് നമ്മുടെ കയ്യിൽ ബാക്കി വരുന്നത്. വാങ്ങിക്കഴിഞ്ഞ് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ കൂട്ടി എഴുതാം. ഓക്കെ, 21 കഴിഞ്ഞാൽ അടുത്ത ഡേറ്റിൽ 24 അടുത്ത ഡേറ്റ് 24 ഗുഡ്സ് ഇഷ്യൂ ആണ്. എത്ര? ആദ്യ ഇഷ്യൂ കോളത്തിൽ എത്ര? എൻ്റെ 653 അതിൻ്റെ MRN നമ്പർ 653. അതിൽ ഇമ്പോർട്ടൻസ് ഇല്ല. 250 യൂണിറ്റ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നു. 250 യൂണിറ്റ് ഇഷ്യൂ ചെയ്ത് ബാലൻസ് 1050 250 കുറയ്ക്ക്. 1050 250 കുറയ്ക്കുമ്പോൾ 800 യൂണിറ്റ് ബാക്കി വന്നു. ഓക്കെ, ദെൻ അടുത്ത ഡേറ്റ് 24 കഴിഞ്ഞിട്ട് അടുത്ത ഡേറ്റിൽ നമ്മൾ എന്നാണ് പിന്നെ ഇഷ്യൂ ചെയ്യണത് നോക്കുകയാണെങ്കിൽ 24 കഴിഞ്ഞിട്ട് പിന്നെ 26 വീണ്ടും ഒരു ഇഷ്യൂ വരുന്നുണ്ട്. 26 ഒരു ഇഷ്യൂ വരുന്നുണ്ട്. ആ 26 ഇഷ്യൂവിൽ അതിൻ്റെ നമ്പർ വരുന്നത് 660. ദെൻ അതിൻ്റെ ക്വാണ്ടിറ്റി വരുന്നത് 260. അപ്പോൾ നമ്മൾ 260 എഴുതുന്നു. 800 260 യൂണിറ്റ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി 540 യൂണിറ്റ് വരും. 540. ഒരു ഡേറ്റും കൂടി വരുന്നുണ്ട്. ആ ഡേറ്റും കൂടി നമ്മൾ നോക്കിയിട്ട് വേണം അതിലേക്ക് എഴുതാനായിട്ട്. അപ്പോൾ നോക്കുമ്പോൾ എത്രയാണ് അടുത്ത ഡേറ്റിൽ? 29. 26 കഴിഞ്ഞാൽ പിന്നെ 29 29 എത്ര യൂണിറ്റ് വരുന്നത്? 29 672 ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ 672 672. ക്വാണ്ടിറ്റി എത്ര ഇഷ്യൂ ചെയ്തു? 349 349. അപ്പോൾ നമ്മുടെ കയ്യിൽ ബാക്കിയുള്ള എത്ര? 540 അല്ലേ? 540 349 ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എത്രയുണ്ട്? നമ്മൾ 191 യൂണിറ്റ് ഉണ്ട്. 191. ഇതാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓരോ ഡേറ്റിലും നമ്മൾ ക്വാണ്ടിറ്റി എഴുതാം. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് ഒന്നും ഇപ്പോൾ ബാലൻസ് കോളത്തിൽ എഴുതി. ദെൻ 4 തീയതി റിസിപ്റ്റ് ആയിരുന്നു 148 നമ്പർ പ്രകാരം 400 എണ്ണം വാങ്ങിച്ചു. അപ്പോൾ 400 200 കൂട്ടിയിട്ട് 600 എഴുതി. ദെൻ 9 തീയതി ഇഷ്യൂ ആണ്. 625 നമ്പർ വരെ ഇഷ്യൂ ചെയ്ത് 240 യൂണിറ്റ് ഇഷ്യൂ ചെയ്തു. ഓക്കെ, 600 240 കുറച്ചിട്ട് 360 എഴുതി. ദെൻ വീണ്ടും നമ്മൾ 12 തീയതി ഇഷ്യൂ ചെയ്ത് 642 നമ്പർ പ്രകാരം 160 യൂണിറ്റ് ഇഷ്യൂ ചെയ്തു. ഇതൊക്കെ നമ്പറുണ്ട്. 625 642 640 നമ്പറാണ്. അപ്പോൾ 160 യൂണിറ്റ് ഇഷ്യൂ ചെയ്തു. അപ്പോൾ 360 160 കുറച്ച് 200 എഴുതി. ഓക്കെ, 200 യൂണിറ്റ് ഉള്ളപ്പോൾ നമ്മൾ 160 നമ്പർ പ്രകാരം 500 എണ്ണം വാങ്ങിച്ചു. 500 200 കൂട്ടി 700 എഴുതി. ആ 700 യൂണിറ്റ് ഉള്ളപ്പോൾ നമ്മളോട് 647 യൂണിറ്റ് പ്രകാരം 400 യൂണിറ്റ് ഇഷ്യൂ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ 700 400 യൂണിറ്റ് കൊടുത്ത് കഴിയുമ്പോൾ ബാക്കി 300. അങ്ങനെ 300 യൂണിറ്റ് നമ്മുടെ കയ്യിലുള്ളപ്പോൾ 166 നമ്പർ പ്രകാരം 250 യൂണിറ്റ് വാങ്ങിച്ചു. ബാക്കി അപ്പോൾ രണ്ടുകൂടി കൂട്ടിയിട്ട് 550 എഴുതി. 165 യൂണിറ്റ് നമ്പർ വരെ 500 എണ്ണം വാങ്ങിച്ചു. 1050 എണ്ണം. ഈ 1050 എണ്ണം നമ്മുടെ കയ്യിലുള്ളപ്പോൾ 3 ഇഷ്യൂ നമ്മളോട് പറയണം. 24 തീയതി 651 നമ്പർ പ്രകാരം 250 എണ്ണം ഇഷ്യൂ ചെയ്തു. 800 ബാക്കി വന്നു. 26 തീയതി 660 നമ്പർ പ്രകാരം 260 എണ്ണം ഇഷ്യൂ ചെയ്തു. ബാക്കി 540 വന്നു. ദെൻ 29 തീയതി 672 നമ്പർ പ്രകാരം 349 യൂണിറ്റ് ഇഷ്യൂ ചെയ്തു. ദെൻ ബാക്കി എത്ര വന്നു? 191 വന്നു. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ എത്ര യൂണിറ്റ് ഉണ്ട്? 191 യൂണിറ്റ് ഉണ്ട് ഈ ബിൻ കാർഡ് പ്രകാരം ഈ മെറ്റീരിയൽ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, താങ്ക് യു.